പോകണം. 2-3 പരിപാടി കൊല്ലത്തല്ലേ? കരുനാഗപ്പള്ളി പോകണം. അതിന് മുമ്പ് ഹരിപ്പാട് ഒരു പ്രായമായ നമ്മുടെ ഒരു കുടുംബക്കാരൻ അവരുടെ ജന്മദിനമുണ്ട്. ഇവിടെ ഒരു സഞ്ജയുടെ ഒരു വീട് കയറ്റമാണ്. അത് കഴിഞ്ഞ് കുട്ടനാട്ടിലേക്കില്ല. കുട്ടനാട്ടിലേക്ക് നമ്മുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അവർ നടത്തിക്കോളും. കുഴപ്പമൊന്നുമില്ല. അവിടെ ആളുണ്ട്. അത് കൊടുക്കാം. രോഗത്തപ്പണ കേസാണ്. ജി സുധാകരൻ കുട്ടനാട്ടിലെ CPIM പരിപാടിയിൽ പങ്കെടുക്കില്ല. പരിപാടി അവർ നടത്തിക്കോളും, തന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ജി സുധാകരന്റെ പ്രതികരണം. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, പെട്ടെന്നൊരു തീരുമാനം മാറ്റമാണോ? ഇന്ന് രാവിലെ പോലും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിരുന്നത്. പക്ഷേ നേതൃത്വത്തിന്റെ ഒന്നും അനുനയ ശ്രമങ്ങളോട് വഴങ്ങുന്നില്ല. മുതിർന്ന നേതാക്കൾ തന്നെ ജില്ലാ സെക്രട്ടറിയും CS സുജാതയും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തി കണ്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തതാണ് ഈ പരിപാടിയിലേക്ക്. പക്ഷേ അവിടെ ജി സുധാകരൻ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പകരം അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പരിപാടി അവർ നടത്തിക്കോളും എന്നതാണ്, തന്റെ ആവശ്യമില്ലല്ലോ എന്ന പ്രതികരണം വരുന്നു. അശ്വിൻ, ഇന്ന് പെട്ടെന്ന് രാവിലെ ഒരു മനമാറ്റമാണോ? പങ്കെടുക്കുമെന്നായിരുന്നല്ലോ രാവിലത്തെ ആദ്യത്തെ പ്രതികരണമൊക്കെ. പങ്കെടുക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം കൊല്ലത്തേക്ക് തിരിക്കുകയാണ്. കരുനാഗപ്പള്ളി അടക്കം 2 സ്ഥലങ്ങളിൽ പരിപാടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. വീട്ടിൽ നിന്ന് അദ്ദേഹം അല്പസമയം മുമ്പാണ് കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഇന്നിപ്പോൾ അതേ പരാതി തുടരുകയാണ്. ആ പരാതി തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടെങ്കിൽ പോലും അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിളിച്ച രീതിയിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. വേദിയിലടക്കം അദ്ദേഹത്തെ ഇരുത്താത്തതിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരൻ അവിടെ പോയി ഇരിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ പരിപാടിയുടെ നോട്ടീസിലടക്കം അദ്ദേഹത്തിന്റെ പേര് പോലും വെച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് KSKTUവിന്റെ തൊഴിലാളി മാസിക, ആ മാസിക നൽകുന്ന ഒരു അവാർഡ് ദാന ചടങ്ങിലേക്കാണ് ജി സുധാകരന് ക്ഷണം ഉണ്ടായിരുന്നത്. എന്തായാലും അതിൽ പങ്കെടുക്കാതെ തന്നെ അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരമാണ് കരുനാഗപ്പള്ളിയിലെയും പരിപാടി നടക്കുന്നത്.